പിന്നെ ചേച്ചിയുടെ മ്യൂസിക് വേൾഡിനെ കുറിച്ചുള്ള ഒരു വിശേഷം, ചേച്ചി ഫിലിമിലേക്ക് വന്നതും ചേച്ചിക്ക് ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അതൊന്ന് പറയോ ചേച്ചി? അല്ല, അത് ഇതുപോലെ സത്യമായിട്ടും അതിന്റെ ബിഹൈൻഡ് പറയണമെന്ന് പറഞ്ഞാൽ രാജാമണി ചേട്ടനും മണിയേട്ടൻ അവരാണ് ഞാൻ ഫിലിം ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാരണം. ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ BGM ഒക്കെ ഞാൻ ഷാജി സാറിന്റെ ഒക്കെ BGM ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെക്കോർഡിംഗ് പാടിയിട്ടുണ്ട്. അപ്പം നരസിംഹം എൻട്രി ഫസ്റ്റ് ഫിലിം തുടങ്ങുന്ന എന്റെ വോയിസിൽ റീറെക്കോർഡിംഗ് വരും. അപ്പോ അങ്ങനെ ആ ഒരു പാടിക്കൊണ്ടിരുന്നപ്പോ നല്ല വോയിസ് ആണ്. കർണാട്ടിക് മ്യൂസിക് പാടുന്നുണ്ടെങ്കിലും മോൾക്ക് നന്നായിട്ട് പാടും. മോളേന്ന് അറിയാലോ മഴയാട്ടം വിളിക്കുന്നത് മോളെ, അതുകൊണ്ട് നീ എന്തുകൊണ്ട് ട്രൈ ചെയ്യാത്ത പാടൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് വിദ്യാസാഗർ സാറിനെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അദ്ദേഹത്തിന്റെ അന്ന് കത്തി നിൽക്കുമല്ലേ, അദ്ദേഹത്തിനൊരു ഡെമോ ഞാൻ കൊടുത്തു. അതാണ് ഇതിലേക്കുള്ളൊരു എൻട്രി. അദ്ദേഹം വിളിച്ചു, പക്ഷെ അത് ചന്ദ്രമുഖിയിലേക്ക് ഒന്നും അറിയത്തുമില്ലായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഈ ഒരു വോയിസ് മാക്സിമം എനിക്കൊന്ന് മലയാളത്തിനകത്തോട്ട് വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ? ചേച്ചി ഒന്ന് മറിഞ്ഞിരിക്കുവായിരുന്നോ? ഇതെന്താ പറയാമോ, രണ്ട് സ്റ്റൈൽ, സിംഗിങ് സ്റ്റൈൽ ഈസ് ടോട്ടലി ഡിഫറെന്റ്. കർണാട്ടിക് വേറെ, ഫിലിം വേറെ, രണ്ടും ഇതാ. പക്ഷെ ഞാന് വോയിസ് കൾച്ചറൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് പഠിച്ച് നമ്മള് ഇപ്പം ഞാൻ പഠിച്ച പോലെയോ ഒന്നുമല്ല ഞാൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വോയിസ് കൾച്ചർ എന്ന് പറഞ്ഞ മേഖല ഒരു ഭയങ്കര വലിയ വാസ്റ്റ് ഒരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടത്. അപ്പം ഞാനൊന്നും പഠിക്കാതെ പോയ കാര്യങ്ങൾ കുട്ടികൾക്കായിട്ട് ടോണൽ ബ്യൂട്ടി, ആ വോയിസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേഴ്സറ്റൈൽ സിംഗർ ആവണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഹൈ ശ്രുതിയിലേ അത് പഠിക്കാവുള്ളൂ. പാട്ട് പാടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. വോയിസ് ലെവൽ ഇങ്ങനെ നേരെ പോണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം വാതാപി ഗണപതിം ഭജേഹം വാതാപി, ഇപ്പം എൻ്റെ വോയിസ് വാതാപി ഗണപതിം, അത് വാന്ന് പോവരുത്. കർണാട്ടിക്കിൽ അങ്ങനെ പോകും. കർണാട്ടിക്ക് നമ്മൾ കച്ചേരി ഇപ്പം വാതാപി ഗണപ ഇങ്ങനെ പോകും, ഗണപതി. ഇതേ നമ്മൾ വന്ന് ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിൽ പാടുമ്പോഴത്തേക്കും വളരെ വോയിസ് ലെവൽ മാറ്റാതെ ഇങ്ങനെ പാടണം. ചേച്ചി ഈ ഇടയ്ക്ക് ചേച്ചിയുടെ ഒരു ആൽബം ഇറങ്ങിയില്ലേ, അത് ഭയങ്കര വൈറലായി. അതിന്റെ ഒരു കഥയില്ലേ ചേച്ചി എന്റെ പുറകില്? ഞാനും മധുവും കൂടെ പാടിയതാണ്. അതിനൊരു വലിയ കഥയുണ്ട്. അത് ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ മിണ്ടാഞ്ഞത്. അത് ഒരു 10-23 വർഷം മുമ്പ്, 23 വർഷം മുമ്പ് താജ് എടവലങ്ങെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മുസ്ലിം ആളാണ്. അദ്ദേഹം ഗുരുവായൂരപ്പ പാട്ടുകൾ സ്റ്റിൽ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഒരു 12 പാട്ട് എഴുതി ഇങ്ങനെ വീട്ടിൽ വന്നപ്പം ഞാൻ തന്നെ കമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ അദ്ദേഹം അറിയാം. അങ്ങനെയാണ് പിന്നെ ചേച്ചി ഇത് കമ്പോസ് ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരുപാട് ഭദ്രാജൻ രാമദാസ് കൃതി, പിന്നെ മീരാഭജൻ, അഷ്ടപതി, ഇങ്ങനെ ഇതെല്ലാം ട്യൂൺ ചെയ്യുമായിരുന്നു. ഒന്നേ കൊച്ചിലെ ഒരു 10ാം ക്ലാസ് തൊട്ടേ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഞാൻ പാടുമായിരുന്നു അങ്ങനെ. അപ്പം അത് അവർക്കറിയാം. അങ്ങനെ ഒരു 6-7 മണിക്കൂറും കൊണ്ട് ഞാൻ 12 പാട്ട് ട്യൂൺ ചെയ്ത് വച്ചു. പക്ഷേ ഗുരുവായൂരപ്പൻ എന്താണ്, ഗുരുവായൂരപ്പനോടാണ് എന്റെ ചോദ്യം. എന്താണ് ഭഗവാനെ ഇത്രയും ലേറ്റ്? എന്റെ ജോലി ഞാൻ ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ട് എന്നെ കൊണ്ട് അത് റിലീസ് ആക്കിയില്ല? അപ്പൊ ഞാൻ ആ പാട്ട് ഇങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ജഡ്ജ് ചെയ്യാനിരിക്കണം, മധു ബാലകൃഷ്ണനും. അപ്പൊ മധു ബാലകൃഷ്ണനെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പാടി കേൾപ്പിച്ചപ്പോ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ പാടാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ ഇത്രയും നല്ല ഒരു ബിന്നി ഒരു ഇത്രയും നല്ല കമ്പോസർ ആണല്ലോ, നല്ല പാട്ടാ, ഞാൻ പാടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയതാ. Kitchen. Let's cook with love.